ഹലോ ഗൈസ്. ആരോ ആരോൻ്റെ പേരിൽ എല്ലാവരും കൂടെ രഞ്ജിയേട്ടനെ എയറിലടിക്കുന്ന സമയമാണല്ലോ. അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് ഞാൻ ആളല്ല. പക്ഷേ ഒരു കാലത്ത് ഇപ്പോഴും രഞ്ജിത്തിൻ്റെ ഒരു കട്ട ഫാനാണ് ഞാൻ. അപ്പം രഞ്ജിയേട്ടൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സിനിമ പ്ലസ് ഒരു ബോണസും കൂടി 6 സിനിമ, അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. 1, തിരക്കഥ. 2008 ഇറങ്ങിയ സിനിമ. അത് കണ്ടിട്ട് ഞാൻ കൈരളി ശ്രീന്ന് മറ്റുമാണ് കാണുന്നത് കോഴിക്കോട് നിന്ന്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഒരു 2 ദിവസത്തേക്ക് എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റിയിരുന്നില്ല. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പാലേരി മാണിക്യം. പാലേരി മാണിക്യം രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ആ ബുക്കിനെ പറ്റി അറിയുന്നതും DC ബുക്സിൽ പോയിട്ട് TP രാജീവിൻ്റെ ബുക്ക് എടുത്ത് നിർത്താതെ വായിക്കുകയോ ചെയ്തു. അത്രയും അധികം പെട്ടെന്ന് വായിച്ചെടുത്ത ഒരു പുസ്തകം ചിലപ്പോൾ ഉണ്ടാവില്ല. ഫിക്ഷനാണ്. 2009. 2010 പ്രാഞ്ചിയേട്ടൻ തുടക്കവും പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒത്തിരി അധികം ഇഷ്ടമായി. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറേ ഉപദേശവും ക്ലീഷയും കാര്യങ്ങളും ഒക്കെ പോകുന്നത് എന്തോ വേണ്ട. എന്നാലും അതുവരെയും പ്രാഞ്ചിയേട്ടൻ കാലക്കി. ചന്ദ്രോത്സവം 2005. അന്ന് ഞാൻ കോളേജിൽ പഠിക്കാൻ കയറിയ സമയമാണ്. അതിലെ ആ ഒരു മാനറിസവും ആ സാഹിത്യവും എല്ലാം അന്യായം. അതിനു മുമ്പ് 2004 കോഴിക്കോട് നിന്ന് ഞാൻ കണ്ട ഡേവിസൺ തിയേറ്ററിൽ പോയി കണ്ട ബ്ലാക്ക്. ഒരു ഗുണ്ട സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് അങ്ങ് ഇറങ്ങി ചെയ്തിരിക്കുന്ന പോലെ. ആൻഡ് ബോണസസ് കയ്യൊപ്പം. താങ്ക് യു.